Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ ഓവർനൈറ്റ് ബാച്ച് റെൻഡർ എന്ന പ്ലഗിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ 3D സീനുകൾ ഒരു സിംഗിൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യുന്നതിന് ആവശ്യമായ ബാച്ച് റെൻഡറിംഗ് പ്ലഗിനാണിത്. ഓരോ 3D ഫയൽസിലെയും മൾട്ടിപ്പിൾ ക്യാമറാസ് ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോയിൽ റെൻഡർ ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാം, ഓരോ 3D സീനിലെയും മൾട്ടിപ്പിൾ ക്യാമറാസ് ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ റെൻഡർ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ ക്യാമറാസോട് കൂടിയ ഈ ഒരു 3D ഫയലാണ് ആദ്യമായി ഓവർനൈറ്റ് ബാച്ച് റെൻഡർ ക്യൂയിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓവർനൈറ്റ് ബാച്ച് റെൻഡർ പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യുന്നതിനായി ആ ഒരു പ്ലഗിനിലേക്ക് ആഡ് ചെയ്യുന്ന ഓരോ ഫയൽസും ഓപ്പൺ ചെയ്ത് ഓരോ വ്യൂസിന്റെയും മാക്സിമം റെൻഡർ ടൈം, അതിന്റെ ആസ്പെക്ട് റേഷ്യോ തുടങ്ങിയ ആ ഒരു ഫയൽ സെറ്റ് ചെയ്ത് സേവ് ചെയ്യേണ്ടതാണ്. ആദ്യമായി ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോയിലുള്ള 3 ക്യാമറ വ്യൂസ് അടങ്ങിയ സീനാണ് ഓവർനൈറ്റ് ബാച്ച് റെൻഡർ ക്യൂയിലേക്ക് ആഡ് ചെയ്യുന്നതിനായി സെറ്റ് ചെയ്യുന്നത്. റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്ത ശേഷം വീറേ എന്ന ഈ ഒരു കാറ്റഗറിയിൽ പ്രോഗ്രസീവ് ഇമേജ് സാമ്പിളർ എന്ന ഈ ഒരു ടാബ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ മാക്സിമം റെൻഡർ ടൈം സെറ്റ് ചെയ്യേണ്ടതാണ്. മിനിറ്റ്സിലാണ് ഇവിടെ റെൻഡർ ടൈം കൊടുത്തിരിക്കുന്നത്. എത്ര ടൈമാണ് ഒരു വ്യൂ റെൻഡർ ചെയ്യാനായി നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ടൈം മിനിറ്റ്സിൽ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് ഓരോ വ്യൂസും റെൻഡർ ഫിനിഷ് ആയതിനു ശേഷം നെക്സ്റ്റ് ക്യാമറ വ്യൂയോ അടുത്ത 3D സീനിന്റെ റെൻഡറോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ടൈം സെറ്റ് ചെയ്തതിനു ശേഷം മൾട്ടിപ്പിൾ ക്യാമറാസ് ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോയിലാണ് റെൻഡർ ചെയ്യേണ്ടതെങ്കിൽ 3ds Maxന്റെ റെൻഡറിംഗ് എന്ന ഈ ഒരു മെനുവിൽ ബാച്ച് റെൻഡർ എന്ന 3ds Maxന്റെ ഈ ഒരു ഡിഫോൾട്ട് ടൂൾ ആക്സസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഈ ഒരു ആഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്ര ക്യാമറ വ്യൂസ് ആണോ നമ്മൾ ഈ ഒരു സീനിലുള്ളത് അത്രയും വ്യൂസ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. 3 ക്യാമറ വ്യൂസ് ആണ് ഈ ഒരു സീനിലുള്ളത്. ഇവിടെ ആഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു 3 വ്യൂസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. 3 വ്യൂസ് ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. ഇനി ഓരോ വ്യൂസും സെലക്ട് ചെയ്ത് ഓരോ വ്യൂസിലേക്കും നമ്മുടെ സീനിലുള്ള ഓരോ ക്യാമറ വ്യൂസിനെ അസൈൻ ചെയ്യേണ്ടതാണ്. ആദ്യമായി ഈ ഒരു ഫസ്റ്റത്തെ വ്യൂ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ താഴെ ക്യാമറ എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റത്തെ ക്യാമറ വ്യൂ ഇവിടെ സെലക്ട് ചെയ്യാം. ഈ ഒരു വ്യൂ ആണ് ആദ്യമായി ഈ ഒരു ബാച്ച് റെൻഡറിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ്. റെൻഡർ സെറ്റപ്പിൽ കോമൺ പാരാമീറ്റേഴ്സിൽ HDTV വീഡിയോ എന്ന ഈ ഒരു സൈസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തായി വ്യൂ 2ലാണ് നെക്സ്റ്റ് ക്യാമറ ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഈ ഒരു ക്യാമറ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു രണ്ടാമത്തെ ക്യാമറ ഇതിലേക്ക് ആഡ് ചെയ്യാം. സെക്കൻഡ് ക്യാമറ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു ക്യാമറ വ്യൂവും വൈഡായി തന്നെയാണ് റെൻഡർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോയിൽ റെൻഡർ ചെയ്യേണ്ട അടുത്ത ക്യാമറ വ്യൂ ഈ ഒരു തേർഡ് വ്യൂയിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു വ്യൂ 3 സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്യാമറ എന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ഈ ഒരു തേർഡ് വ്യൂ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു തേർഡ് വ്യൂ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു തേർഡ് വ്യൂ ഒരു ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോയിലാണ് നമുക്ക് റെൻഡർ ചെയ്യേണ്ടത്. ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോയിൽ ഈ ഒരു ക്യാമറ വ്യൂ സെറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു വ്യൂ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓവർറൈറ്റ് പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതിന്റെ വിഡ്ത്ത്, ഹൈറ്റ്, പിക്സൽ ആസ്പെക്ട് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമായ സൈസ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. 1500 by 1500 എന്ന ഈ ഒരു സൈസിലാണ് നമുക്ക് ഈ ഒരു ക്യാമറ വ്യൂ റെൻഡർ ചെയ്യേണ്ടത്. റെൻഡർ സെറ്റപ്പിൽ ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഡിഫോൾട്ട് ബാച്ച് റെൻഡർ എന്ന ഈ ഒരു ടൂളിൽ ഇവിടെയാണ് ഓവർറൈറ്റ് പ്രിസെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് സൈസ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 3D സീൻ റെൻഡറിനായി ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ഫയൽ സേവ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഓവർനൈറ്റ് ബാച്ച് റെൻഡർ ക്യൂയിലേക്ക് ആഡ് ചെയ്യേണ്ട 3D സീൻ ഫയൽസ് ഓപ്പൺ ചെയ്ത് ഓരോ ഫയൽസിനെയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത ഈ ഒരു 3D സീനാണ് ഓവർനൈറ്റ് ബാച്ച് റെൻഡർ ക്യൂയിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്യാമറ മാത്രമടങ്ങിയ ഒരു സീനാണിത്. അതുകൊണ്ട് ഈ ഒരു സീനിൽ മാക്സിമം റെൻഡർ ടൈം മാത്രമാണ് സെറ്റ് ചെയ്യേണ്ടത്. റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. വീറേ എന്ന ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് പ്രോഗ്രസീവ് ഇമേജ് സാമ്പിളറിൽ മാക്സിമം റെൻഡർ ടൈം ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഓരോ ഫയലിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതിന്റെ റെൻഡർ ടൈം ഡിസൈഡ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഫയൽ സേവ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഓവർനൈറ്റ് ബാച്ച് റെൻഡർ എന്ന ഈ ഒരു പ്ലഗിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഷോ റെൻഡർ ക്യൂ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റെൻഡർ ക്യൂ എന്ന ഓപ്ഷൻ ആക്സസ് ചെയ്യാം. ഇവിടെ
ടോട്ടൽ ഫയൽസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ എത്ര 3D സീൻ ഫയൽസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അത്രയും നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. 2 3D സീൻസ് ആണ് റെൻഡർ ചെയ്യാൻ പോകുന്നത്. 2 എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. 2 3D സീൻസ് ആഡ് ചെയ്യുന്നതിനായി ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പിക് ഫയൽ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോ ഫയൽസായി സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഓരോ ഫയൽസായി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയോ ആഡ് ഫയൽസ് ഫ്രം ദ ഫോൾഡർ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫോൾഡറിലുള്ള 3D ഫയൽസിനെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതുമാണ്. നമ്മൾ ആഡ് ചെയ്ത ഫയൽസിൽ നിന്നും ഒരു ഫയൽസിനെ റിമൂവ് ചെയ്യുന്നതിനായി റിമൂവ് ഫ്രം ലിസ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ ഈ ഒരു ഫയൽസ് റെൻഡർ ക്യൂയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. മൾട്ടിപ്പിൾ ക്യാമറാസ് ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോയിൽ ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ റെൻഡർ ചെയ്യുന്നതിനായി ഈ സെറ്റിംഗ്സിലുള്ള ടിക്സ് ഓൺ ചെയ്യേണ്ടതാണ്. ഓവർറൈഡ് റെൻഡർ സെറ്റിംഗ്സ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഇതിലേക്ക് ആഡ് ചെയ്ത ഓരോ 3D സീൻസിന്റെയും ടെസ്റ്റ് റെൻഡർ എടുക്കുന്നതിനായി ഔട്ട്പുട്ട് സൈസ് ഓവർറൈഡ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോർ അൺസേവ്ഡ് ഔട്ട്പുട്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. റെൻഡർ ചെയ്യുന്ന ഓരോ ഫയൽസും മിസ് ആവാതെ ലഭിക്കുന്നതിനായി ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇഗ്നോർ വാർണിംഗ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ടിക്ക് ബൈ ഡിഫോൾട്ടായി ഓൺ ആയിരിക്കുന്നതാണ്. 3D സീൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന വാർണിംഗ്സ് അവോയ്ഡ് ചെയ്ത് റെൻഡറിംഗ് പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഓവർറൈറ്റ് എക്സിസ്റ്റിംഗ് ഫയൽസ്, ഷട്ട് ഡൗൺ കമ്പ്യൂട്ടർ വെൻ ഫിനിഷ് തുടങ്ങിയ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. റെൻഡർ ഫയൽസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ റെൻഡർ സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ഫയലായി ലോഡായി അതിലുള്ള ഓരോ വ്യൂസും നമ്മൾ സെറ്റ് ചെയ്ത റെൻഡർ ടൈമിനും ആസ്പെക്ട് റേഷ്യോസിനും അനുസരിച്ച് റെൻഡർ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡറിലേക്ക് അതിന്റെ ഔട്ട്പുട്ട് സേവ് ആയി ലഭിക്കുന്നതാണ്. ഇതുപോലെ ഒരു സിംഗിൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി മൾട്ടിപ്പിൾ 3D സീൻസ് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു പെയ്ഡ് സ്ക്രിപ്റ്റ് ആണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഇതിന്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് HMediaയുടെ വാട്സ്ആപ്പ് ചാനലിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. HMediaയുടെ ക്രിയേറ്റീവ് ജേർണിയുടെ ഭാഗമാകുന്നതിനും പ്രീമിയം റിസോഴ്സസ് ഫ്രീ ആയി ആക്സസ് ചെയ്യുന്നതിനുമായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.